ഇത് തിരുനാവായിക്കടുത്തുള്ള കൊടയ്ക്കൽ. ഇവിടെയാണ് മാമാങ്കത്തിൻ്റെ പ്രധാനപ്പെട്ട 3 സ്മാരകങ്ങളുള്ളത്. കേരള പുരാവസ്തു വകുപ്പിന്റെ കൈകളിലാണ് ഈ സ്മാരകങ്ങളെങ്കിലും ഇതിന്റെ അകത്തേക്ക് കയറാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. സ്വകാര്യ വ്യക്തികളുടെ സ്ഥലങ്ങളാണ് ചുറ്റും. ഈ ഗേറ്റ് തുറന്നു വേണം അകത്തേക്ക് കടക്കാനായിട്ട്. ആരും കാണാത്തോണ്ട് ഞാൻ ഇവിടെ കണ്ട ഒരു ആശേരിപ്പീടികയുണ്ട്, ഈ മരപ്പണി നടക്കുന്ന. അവിടുത്തെ ആശേരിയോട് അനുവാദം ചോദിച്ചിട്ട് ആ കടയുടെ ഉള്ളിലൂടെ ഞാൻ അകത്തേക്ക് കയറി. അപ്പോൾ ഈ കാണുന്നതാണ് നിലപാട് തറ. മാമാങ്കത്തിന്റെ രക്ഷാധികാരിയായിരുന്ന കോഴിക്കോടൻ സാമൂതിരി അംഗരക്ഷകർക്കിടയിൽ നിലകൊണ്ടിരുന്നത് ഈ തറയിലായിരുന്നു. വള്ളുവനാട്ടിലെ രാജാവായിരുന്ന വള്ളുവക്കോനാതിരിയുടെ അധികാരസ്ഥാനം പിടിച്ചെടുത്തിട്ടാണ് കോഴിക്കോടൻ സാമൂതിരി മാമാങ്കത്തിന്റെ മേലാളായത്. പിന്നീട് 12 വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഈ മാമാങ്കത്തിൽ വെച്ച് സാമൂതിരിയെ കൊല്ലുവാൻ വേണ്ടിയിട്ട് വള്ളുവക്കോനാതിരി തന്റെ ചാവേറുകളെ ഇങ്ങോട്ടേക്ക് അയക്കുമായിരുന്നു. നൂറ്റാണ്ടുകൾ കഴിഞ്ഞു, സാമൂതിരിമാര് മാറി മാറി വന്നു. വള്ളുവ നാട്ടിൽ നിന്ന് വരുന്ന ഒരു ചാവേറിന് പോലും സാമൂതിരിയെ തൊടാൻ പോലും സാധിച്ചില്ല. പക്ഷെ ഒരാളെത്തി. അവന്റെ പേര് ചന്തു, വയസ്സ് 16. അവൻ 100 കണക്കിന് പടയാളികളെ കൊന്നിട്ട് സാമൂതിരിയുടെ അടുത്ത് വരെ എത്തിയായിരുന്നു. പക്ഷെ സാമൂതിരിയെ കൊല്ലാൻ സാധിച്ചില്ല. ഇവനാണ് മാമാങ്കം സിനിമയിലെ പ്രധാന കഥാപാത്രം. ശരിക്കും നടന്ന സംഭവം തന്നെയാട്ടോ അത്. ഞാൻ പണ്ട് 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മലയാളം സെക്കൻഡിലെ കഥ ഈ കഥയായിരുന്നു, ചന്തുവിന്റെ കഥ. ചന്തു സാമൂതിരിയുടെ അടുത്ത് എത്തിയതിനു ശേഷം പിന്നീടുള്ള നാളുകളിൽ മാമാങ്കം നടന്നിട്ടില്ല. ഇനി അങ്ങോട്ട് ചിലപ്പോൾ സാമൂതിരി രക്ഷാധികാരിയായിട്ട് നിന്ന വള്ളുവനാടന്മാര് പൂശാൻ സാധ്യത ഉണ്ടായിരുന്നിരിക്കാം. എങ്ങനെയായാലും പരിപാടി നിർത്തിയതോടുകൂടി ഇവിടെ കൊല്ലപ്പെടുന്ന ചാവേറുകളുടെ ജഡം വലിച്ചെറിയുന്ന ഒരു കിണറുണ്ട്. നമുക്കതൊന്ന് കാണുന്നതിന് മുമ്പായിട്ട് വേറൊരു സ്ഥലത്തേക്ക് പോകാം. കൊല്ലപ്പെടുന്ന ചാവേറുകളെ വലിച്ചെറിയുന്ന കിണറുള്ളത് പോലെ തന്നെ ഈ മുറിവേറ്റ സൈനികരുണ്ടല്ലോ, സാമൂതിരിയുടെ സൈനികര്, അവർക്ക് മരുന്ന് വെച്ച് കെട്ടുവാനായിട്ട് മരുന്നൊക്കെ കൊണ്ടുവരും. അവർക്കുള്ള മരുന്നുകൾ സൂക്ഷിക്കുന്ന ഒരു അറയാണ് ഇവിടെ ഉള്ളത്. ഇവിടുത്തെ സ്ഥലത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇവിടെ വെട്ടുകല്ലാൽ നിറഞ്ഞിരിക്കുന്ന ഒരു സ്ഥലമാട്ടോ. ഈ കാണുന്ന അറയും വെട്ടുകല്ലാണ്. പണ്ട് മനുഷ്യര് കല്ല് ആയുധമായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടല്ലോ, ശിലായുഗ കാലം. ആ സമയത്തായിരിക്കാം ഈ ഗുഹ നിർമ്മിച്ചത് എന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ആയിരിക്കാം പിന്നീട് കാലങ്ങൾക്ക് ശേഷം സാമൂതിരിയുടെ ആൾക്കാർ ഇത് മരുന്നറായിട്ട് ഉപയോഗിച്ചതായിരിക്കാം. വെടിമരുന്നുകളും ഇവിടെ സൂക്ഷിച്ചിരുന്നു എന്നും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ശിലായുഗ കാലത്ത് പണിതിരുന്ന ഈ ഗുഹ ഒരുപക്ഷെ ശവക്കല്ലറ ആയിരുന്നിരിക്കാം. അക്കാലത്തൊക്കെ പ്രധാനപ്പെട്ട ആൾക്കാരെ സംസ്കരിച്ചിരുന്നത് ഇതുപോലുള്ള ശവക്കല്ലറകളിലായിരുന്നു. ഈ സ്ഥലത്തിന്റെ പേര് കൊടയ്ക്കൽ എന്നാണ്. കൊടയ്ക്കൽ എന്ന പേര് ഉണ്ടായത് കുടക്കല്ലിൽ നിന്നാണോ എന്ന് സംശയമുണ്ട്. ഈ കുടക്കൽ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും, അതും ഒരുതരം ശവക്കല്ലറുകളാണ്, ശിലായുഗത്തെ ശവക്കല്ലറുകൾ. കുന്നംകുളം ഏരിയയിൽ ഇതുപോലുള്ള ശവക്കല്ലറുകൾ ഇപ്പോഴും ഉണ്ട്. നമുക്കിനി നേരത്തെ പറഞ്ഞ കിണറൊന്ന് കാണാം. ഈ ഇവിടുത്തെ കിണറിലാണ് അപ്പോൾ ഈ കൊല്ലപ്പെടുന്ന ചാവറുകളെയൊക്കെ വലിച്ചെറിഞ്ഞിരുന്നത്. മണിക്കിണർ എന്ന പേരിലാണ് ഈ കിണർ അറിയപ്പെടുന്നത്. ഈ മാമാങ്കം എന്ന പരിപാടി ശരിക്കും പറഞ്ഞ ഒരു വാണിജ്യോത്സവമായിരുന്നു. കച്ചവടക്കാരൊക്കെ ഒരുപാട് വന്നിരുന്ന ഒരു ഉത്സവം. അതില് കലാ, കായിക, സാംസ്കാരിക പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് ഈ വാണിജ്യോത്സവം യുദ്ധഭൂമിയായി മാറുകയായിരുന്നു. അന്ന് ആൾക്കാർ ഈ യുദ്ധം ശരിക്കും ആസ്വദിച്ചിരുന്നു. ഇത് കാണുവാനായിട്ട് ഒരുപാട് ആൾക്കാർ വന്നിരുന്നു. ശരിക്കും എന്ത് ക്രൂരതയാണ് അല്ലേ. പണ്ടത്തെ ചേകന്മാരെ കുറിച്ച് അറിയില്ലേ, അവര് വെട്ടിച്ചാവുന്നതൊക്കെ ശരിക്കും ആൾക്കാർ കൈകുട്ടി ആഘോഷിക്കുകയാണ് ചെയ്തത്. അന്നത്തെ ആളുകളുടെ ക്രൂരത ഏതായാലും നമുക്ക് ഇന്നില്ല. കാരണം നമ്മളിപ്പോ ഒരു രക്തം കണ്ടു കഴിഞ്ഞാൽ തലയിറങ്ങി വീഴും. അവരുടെ ക്രൂരതയുടെ സാക്ഷ്യപത്രമാണ് ഈ കിണറ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എത്ര പേരുടെ ജഡങ്ങളിവിടെ കിടന്നിട്ടുണ്ടാവും. ഇന്ന് പലയിടത്തും പല രീതിയിലുള്ള കൊലപാതകങ്ങളൊക്കെ നടക്കുന്നുണ്ട്, അത് നമ്മൾ അറിയുന്നുണ്ട്. പക്ഷെ പണ്ട് കാലത്ത് ഇതിനേക്കാളേറെ കൊലപാതകങ്ങളും പലതരം പീഡനങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷെ അന്നത് പുറമേക്ക് അറിയാനായിട്ടുള്ള മാർഗങ്ങൾ ഉണ്ടായിരുന്നില്ല, എല്ലാം രഹസ്യമായിരുന്നു. അടിമക്കച്ചവടം വരെ ഉണ്ടായിരുന്നു. പണ്ട് കാലത്ത് ജനിക്കാതിരുന്നത് എത്രയും നന്നായല്ലേ. ഈ കാലഘട്ടത്തിൽ ജനിച്ചതോർത്ത് ഞാൻ സന്തോഷിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്